നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭ കൃഷിഭവനിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കർഷക ചന്ത ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് ചാലക്കുടി കൃഷിഭവൻ DYFI സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനിനെയും തെരഞ്ഞെടുത്തു. സ്പൈസ് ജെറ്റ് വിമാനം വീണ്ടും യാത്രക്കാരെ വലച്ചു. 3 ദിവസമായി മുംബൈ വിമാനം കൃത്യമായി പുറപ്പെടുന്നില്ല. ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ ശമ്പളം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. ജീവനക്കാരുടെ വരുമാനത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് വാങ്ങിയ സമ്മാനങ്ങൾ വീടുകളിൽ നേരിട്ടെത്തിയാണ് വിതരണം നടത്തിയത്. 220 രോഗികളാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലുള്ളത്. ഇതിൽ നിർധനരായ രോഗികളെ കണ്ടെത്തി ഓണസമ്മാനം നൽകി. ഹൗസിംഗ് ബോർഡ് കോളനി മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, ഡോക്ടർ ആനി ലൂക്ക്, സിനി വർഗീസ്, രമ്യ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് രംഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ആനി ലൂക്ക്, സിനി, രമ്യ, പിന്നെ 2 ആശാവർക്കർമാർ. അപ്പൊ ഇവര് നാട്ടുകാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട കാര്യങ്ങളൊന്നുമല്ല. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ വരുമാനത്തിൽ നിന്ന് മാത്രം ഉപയോഗിച്ചിട്ട് ഇന്ന് ഈ പാലിയേറ്റീവ് രോഗികൾക്കായിട്ട് സമ്മാനമായിട്ട് വന്നേക്കാണ്. അവിടെ വന്ന് നിരവധി നമ്മുടെ മുനിസിപ്പൽ തലത്തിലുള്ള നിരവധി കിടപ്പ് രോഗികളെ അവർക്ക് സഹായമായിട്ട് ഇവർ ഇന്ന് എത്തുന്നുണ്ട്. അവിടെ തന്നെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ അങ്ങനെ നല്ലൊരു പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ഇനിയും കൂടുതൽ സൗകര്യങ്ങളും കൂടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ സഹായമുണ്ട്, മുനിസിപ്പാലിറ്റി സഹായമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മറ്റു പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും നമുക്കിതിനു വേണ്ടി കൂടുതൽ ഇവരെ സഹായിക്കേണ്ടതുണ്ട്. നിരവധി പേര് ഇതുപോലെ വീടിന്റെ അകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒത്തിരി പേരുണ്ട്. ചാലക്കുടി നഗരസഭാ കൃഷിഭവനിൽ ഓണത്തോടനുബന്ധിച്ച് കർഷക ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ ചെയർമാൻ OS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷിബു ആലപ്പൻ, ഷീഫ സന്തോഷ്, KT ജോണി, മേഴ്സി ടീച്ചർ, ലിൻഡ ജോയ്, കൃഷി ഓഫീസർ തോമസ്, KC തോമസ് എന്നിവർ പ്രസംഗിച്ചു. സമീപ പ്രദേശങ്ങളിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളാണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 25 വരെയാണ് കർഷക ചന്ത പ്രവർത്തിക്കുക. പരിപാടികൾ നടത്തുകയാണ്. അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൃഷിഭവൻ വഴി നമ്മളിപ്പോൾ വിതരണം ചെയ്യുകയാണ്. വളരെ വില കുറവാണെന്ന് എനിക്ക് തോന്നി. തക്കാളി 23 രൂപ. അതെ, അപ്പോൾ ആവശ്യക്കാർക്ക് മേടിച്ചോണ്ട് പോകാം. എല്ലാവരും ഈ പരിപാടി സഹകരിക്കണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി പറയും. നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായി നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരും വന്നിട്ടുണ്ട്. വാർഡ് കൗൺസിലർമാർ, ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഓണത്തോടനുബന്ധിച്ച് ചാലക്കുടി കൃഷിഭവൻ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകുകയാണ്. അപ്പോൾ ചാലക്കുടി കൃഷിഭവൻ്റെ ഓഫീസർ തോമസ് സാറ് ടീം അംഗങ്ങൾക്ക് കർഷക സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു, അഭിനന്ദനം നേരുന്നു. ഇത് എല്ലാ കർഷകരും ഇവിടെ നിന്ന് ഈ ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറികൾ വാങ്ങാൻ വില കുറവിൽ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാ മെസ്സേജും എല്ലാ കർഷക സുഹൃത്തുക്കളെ ADC ഭാരവാഹികൾ അങ്ങനെ നഗരസഭയുടെ ഗ്രൂപ്പുകളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ 4 ദിവസം തുറന്ന് ഇരിക്കുകയാണ്. 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി SNDP ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ സന്ദേശ പ്രചരണ ജാഥ നടത്തി. സൗത്ത് ജംഗ്ഷനിൽ യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അനിൽ തോട്ടവീതി, CG അനിൽ, PR മോഹനൻ, KV ബഗ്ഗി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ലതനാഥൻ, ശ്രീ ശാന്താരാജൻ, ഇവിടുന്ന് ഇറങ്ങിയ കാടും പഞ്ചായത്ത്, കൊറമ്പ് പഞ്ചായത്ത്, നേരൂർ പഞ്ചായത്ത്, ചാലക്കുടി നഗരസഭയുടെ ഒരു ഭാഗം കഴിഞ്ഞു. DYFI സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനെയും തെരഞ്ഞെടുത്തു. തൃശൂരിൽ ചേർന്ന DYFI സംസ്ഥാന സമ്മേളനമാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത്. അഡ്വക്കേറ്റ് R രാഹുലാണ് ട്രഷറർ. SFI പ്രവർത്തകയായാണ് ചിന്ത ജെറോം പൊതുജീവിതം ആരംഭിച്ചത്. SFI കൊല്ലം ഏരിയ പ്രസിഡന്റ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2007-2008 വർഷം കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായിരുന്നു. കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നതിനിടെയാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത്. 2016 മുതൽ 2023 വരെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ CPM സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപക ദമ്പതിമാരായ C ജെറോമിന്റെയും എസ്തർ ജെറോമിന്റെയും മകളായി കൊല്ലത്താണ് ജനനം. കൊല്ലം വിമല ഹൃദയ ഹയർ സെക്കൻഡറിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. B.Ed പൂർത്തീകരിച്ച ശേഷം കേരള സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണം പൂർത്തീകരിച്ച് ഡോക്ടറേറ്റ് നേടി. ബാലസംഘത്തിലൂടെയാണ് M ദിജിൻ രാഷ്ട്രീയ രംഗത്ത് എത്തുന്നത്. ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും DYFI യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ട്രഷറർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. നിലവിൽ DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 2021 മുതൽ കല്യാശ്ശേരി MLA-യുമാണ്. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ CG രാജൻ ഭദ്രദീപം തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. SN ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ സുധീഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി. ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, പ്രിൻസിപ്പൽ PS ഉഷ, ട്രസ്റ്റ് ട്രഷറർ CK പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, വൈസ് പ്രിൻസിപ്പൽ VR അനു, പ്രോഗ്രാം കോർഡിനേറ്റർ DD റാണി, ക്ഷേമസമിതി പ്രസിഡന്റ് സിൽജ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി.
കൊടകര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായി. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത് അധ്യക്ഷനായി. മാനേജർ ടി.കെ. സതീഷ് ഓണസന്ദേശം നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും ആവേശത്തോടെ പങ്കെടുത്ത ഓണാഘോഷത്തിൽ വിവിധ ഓണക്കളികളും പ്രശസ്തമായ പരിയാരംപറ്റ മേളവും അരങ്ങേറി. വടംവലി മത്സരം +1 ബോയ്സ് ആൻഡ് +2 ബോയ്സ്. സ്പൈസ് ജെറ്റ് വിമാനം വീണ്ടും യാത്രക്കാരെ വലച്ചു. 3 ദിവസമായി ദുബായ് വിമാനം കൃത്യമായി പുറപ്പെടുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ 11:45 പോകേണ്ടിയിരുന്ന ഫുജ്റ വിമാനം ശനിയാഴ്ച പുലർച്ചെ 2:55 പുറപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 12:25 പോകേണ്ടിയിരുന്ന ദുബായ് വിമാനം ശനിയാഴ്ച രാവിലെ 6:12 പുറപ്പെട്ടത്. വിമാനം വൈകുന്നതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം സൃഷ്ടിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഓണാഘോഷം വർണ്ണാഭമായി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ജോജി കല്ലിങ്കൽ ഓണാഘോഷത്തിന് ഔപചാരികമായി കൊടിയേറ്റി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന വൈവിധ്യമാർന്ന മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു. ഫുഡ് ഫെസ്റ്റ്, ഓണസദ്യ മത്സരം, പായസ മത്സരം, ഓണച്ചന്ത, ട്രഡീഷണൽ ഫാഷൻ ഷോ, വടംവലി, മെഗാ തിരുവാതിര, പൂക്കള മത്സരം, വഞ്ചിപ്പാട്ട് തുടങ്ങി നിരവധി പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്. കോളേജിലെ NSS യൂണിറ്റ്, സപ്തസദസ്, കുക്കറി ക്ലബ്ബ്, IEDC ക്ലബ്ബ്, സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വാർഡംഗം സ്മിത മനോജ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രദേശവാസികളും ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് മാനേജർ മോൺഷന്യൂർ വിൽസൺ ഈരത്തറ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ജോജി കല്ലിങ്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, കൺവീനർ ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി സേക്രഡ് ഹാർട്ട് ഓട്ടോണമസ് കോളേജിൽ ഓണാഘോഷം നടത്തി. അതിരപ്പള്ളി റോട്ടറി ക്ലബ് പ്രസിഡന്റ് സാൻജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ഐറിൻ അധ്യക്ഷയായി. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കോളേജിലെ 30 കുട്ടികൾക്ക് ഓണപ്പുടവ വിതരണം ചെയ്തു.
മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ഗീതു എസ് പൊറ്റേക്കാട്, യൂണിയൻ ചെയർപേഴ്സൺ ടിയ ഡി സിൽവ, ജോബി, അബീഷ് ജോസ്, ആൻ അബിയ, കാവ്യ സന്തോഷ് എന്നിവർ സംസാരിച്ചു. വടംവലി, മെഗാ തിരുവാതിര, ഉറിയടി തുടങ്ങിയ മത്സരങ്ങളും നടന്നു. ഒരു അഭ്യൂഹമാണ് അത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും നന്മയും മറ്റ് കള്ളവും ചതിയും ഒന്നുമില്ലാതെ നന്മയും എപ്പോഴും എവിടെയും നന്മയും സന്തോഷവും പ്രസരിപ്പിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഓണാഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ പേര് തന്നെ അവരങ്ങനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ് സംഹാരം എന്നൊക്കെ പേരിട്ടപ്പോൾ അവർ പറഞ്ഞു ഇവിടെയുള്ള ഇതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു കലാലയത്തിലെ സാൻജു സാറ് നമ്മുടെ ആർട്ടിയുടെ ഓഫീസിലാണ്, അവരുടെ ഓഫീസിൽ ഓണാഘോഷം നടക്കുകയാണ്. അത് മാറ്റിവെച്ചിട്ടാണ് ഇവിടെ കെട്ടഴിഞ്ഞുപോയ വളർത്തുനായുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. നഗരസഭ 11-ാം വാർഡായ സെന്റ് ജോസഫ് പള്ളി വാർഡിലാണ് വളർത്തുനായുടെ ആക്രമണം ഉണ്ടായത്. സമീപവാസിയും പോട്ടധന്യ ആശുപത്രിയിലെ നഴ്സുമായ യുവതി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴി രാവിലെ 8ഓടെയായിരുന്നു സംഭവം. കെട്ടഴിഞ്ഞു വന്ന നായയുടെ ആക്രമണത്തിൽ നിലത്തുവീണ യുവതിയെ നായ കടിക്കുകയും ചെയ്തു. യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ ശമ്പളം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിലെ ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്കാണ് 32 ലക്ഷം രൂപ സുരേഷ് ഗോപി നൽകിയത്. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് രൂപ കൈമാറിയ ശേഷം ഈ കാശ് കടമാണെന്നും സുരേഷ് ഗോപി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 32 ലക്ഷം ഞാൻ ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാം, കൊടുക്ക്, എനിക്ക് റീഫണ്ട് ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഓണം ആഘോഷിക്കാൻ അവർക്ക് പണം കൊടുക്കണം, 4 മാസത്തേത് നൽകണം, ഫണ്ട് കിട്ടുമ്പോൾ തിരികെ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രം കാശ് തരാതിരുന്നിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുമെന്നും കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. മോഡി പണം തരാതിരുന്നിട്ടുണ്ടോ എന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ 1.5 മാസത്തെ ശമ്പളം കൊടുത്തുവെന്നും ബാക്കി ഓർഡറായെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 4-5 മാസമായി ഞങ്ങൾക്ക് ശമ്പളമില്ല. 14 ജില്ലയിൽ ആർക്കും ശമ്പളം വന്നിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത്. സുരേഷ് ഗോപി സാറിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും അവർ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി. കേരളത്തിൽ അടുത്ത 24 മണിക്കൂറിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യത. 26 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 23, 24, 25 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 24-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 25-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭ കൃഷിഭവനിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കർഷക ചന്ത ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഓണത്തോടനുബന്ധിച്ച് ചാലക്കുടി കൃഷിഭവൻ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി എം വിജിനിനെയും തെരഞ്ഞെടുത്തു. സ്പൈസ് ജെറ്റ് വിമാനം വീണ്ടും യാത്രക്കാരെ വലച്ചു. 3 ദിവസമായി മുംബൈ വിമാനം കൃത്യമായി പുറപ്പെടുന്നില്ല. ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ ശമ്പളം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.